ഇന്നത്തെ ക്ഷേത്രങ്ങളിലൂടെ എന്ന വ്ളോഗിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ആലപ്പുഴ ജില്ലയിലെ കലവൂരിന് സമീപം കാട്ടൂരുള്ള പുതിയ വീട്ടിൽ ശ്രീ ഹനുമൽ ക്ഷേത്രത്തെക്കുറിച്ചാണ്. ക്ഷേത്രത്തിന്റെ ഐതിഹ്യമെന്ന് പറയുന്നത് കൊച്ചിയുടെ ഭാഗമായിരുന്ന കരപ്പുറത്തെ പ്രസിദ്ധമായ കളരി ഗുരുക്കൾ ആയിരുന്ന കാഞ്ഞിരത്തിങ്കൽ കൈമളുടെ കുടുംബവുമായി ബന്ധപ്പെട്ടാണ് ഈ ക്ഷേത്രത്തിന്റെ ചരിത്രമുള്ളത്. കൈമളുടെ കുടുംബം അന്യം നിന്ന് പോയപ്പോൾ കൊടുങ്ങല്ലൂരിലെ കിളിക്കോട്ട് പണിക്കരുടെ കുടുംബത്തിൽ നിന്നും അംഗങ്ങളെ ദത്തെടുത്ത് തൈശ്ശേരി കുടുംബത്തിൽ പാർപ്പിച്ചു. തൈശ്ശേരി കുടുംബത്തിന്റെ ആയുധ അഭ്യാസ കളരിയുടെ കിഴക്ക് ഭാഗത്തുണ്ടായിരുന്ന ഒരു ഇലഞ്ഞി വൃക്ഷത്തിൽ ഹനുമാന്റെ ദിവ്യ സാന്നിധ്യം ഉള്ളതായി വിശ്വസിക്കപ്പെട്ടിരുന്നു. കളരിയിലെ മറ്റ് ദേവതകൾക്കൊപ്പം ഹനുമാൻ സ്വാമിയെയും അവർ ആരാധിച്ചിരുന്നു. കാലക്രമേണ ഇലഞ്ഞു നിന്നിരുന്ന സ്ഥാനത്ത് ഒരു ക്ഷേത്രം നിർമ്മിക്കപ്പെടുകയും ശ്രീരാമ സന്നിധിയിൽ കൈയൂപ്പി അജ്ഞാനവൃത്തിയായി നിൽക്കുന്ന ഭാവത്തിൽ ഹനുമാൻ സ്വാമിയെ പ്രതിഷ്ഠിക്കുകയും ചെയ്തു. 1988 പഴയ കളരി നിന്നിരുന്ന ഭാഗം രാമായണ മണ്ഡപമായി മാറുകയും ഭഗവാന്റെ സാന്നിധ്യം ഉണ്ടായിരുന്ന ഇലഞ്ഞിമരത്തിന്റെ സ്ഥാനത്ത് പുതിയ ക്ഷേത്രം പണി കഴിപ്പിക്കുകയും ചെയ്തു. ഞാൻ ഈ വിഷ്വൽസ് എടുക്കുന്നത് കഴിഞ്ഞ ഏപ്രിൽ 2-ാം തീയതിയാണ്. അന്നേ ദിവസം ഹനുമൽ ജയന്തിയുടെ അന്ന് ഭഗവാന് പുഷ്പാഭിഷേകം ഉണ്ടായിരുന്നു. ആ പുഷ്പാഭിഷേകത്തിന്റെ ലൈവ് വീഡിയോ ക്ഷേത്രം വക വീഡിയോ വാളിൽ പ്രദർശിപ്പിക്കുകയുണ്ടായിരുന്നു. ലൈവ് ടെലികാസ്റ്റും വെബ്സൈറ്റിൽ ഉണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോ വാളിൽ നിന്നാണ് ഞാൻ ഭഗവാന്റെ പുഷ്പാഭിഷേകത്തിനുള്ള വിഷ്വൽസ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇവിടുത്തെ പ്രതിഷ്ഠയുടെ പ്രത്യേകത എന്ന് പറയുന്നത് തൻ്റെ യജമാനായ ശ്രീരാമ ഭഗവാന്റെ വാക്കുകൾ അതീവ ശ്രദ്ധയോടെ കേട്ടു നിൽക്കുന്ന ഭക്തനായ ഹനുമാന്റെ ഭാവമാണ് പ്രതിഷ്ഠയ്ക്കുള്ളത്. ക്ഷേത്രത്തിലെ പ്രധാന വഴിപാട് എന്ന് പറയുന്നത് അവൽ നിവേദ്യവും വടമാല, വെറ്റിലമാല, നാരങ്ങാമാല എന്നിവയാണ്. പുതിയ വാഹനത്തിന്റെ പൂജയ്ക്കായി ദൂരദേശങ്ങളിൽ നിന്ന് പോലും ഭക്തർ ഇവിടെ എത്താറുണ്ട്. ക്ഷേത്രത്തിലെ ഏറ്റവും വലിയ ആഘോഷമാണ് ഹനുമൽ ജയന്തി. അന്നേ ദിവസം വൈകുന്നേരം വർഷത്തിൽ ഒരിക്കൽ മാത്രം നടത്തിവരുന്ന പുഷ്പാഭിഷേകം എന്ന പ്രധാന വഴിപാട് ഉണ്ടായിരിക്കും. കഴിഞ്ഞ ഏപ്രിൽ 2-നായിരുന്നു ഹനുമൽ ജയന്തി. അന്നേ ദിവസം ഞാനും പുഷ്പാഭിഷേകത്തിനുള്ള വഴിപാട് ചീട്ടാക്കിയിരുന്നു. എനിക്ക് അന്ന് പ്രസാദത്തിനൊപ്പം തടിയിൽ തീർത്ത ഒരു ചെറിയ പൂജിച്ച ഗത കൂടി ലഭിക്കുകയുണ്ടായി. പിന്നെ എല്ലാ മാസത്തെയും ആദ്യത്തെ ബുധനാഴ്ച രാവിലെ ആഞ്ജനേയ ഹോമവും വൈകിട്ട് പഞ്ചമുഖ ഹനുമാൻ പൂജയും നടത്തിവരുന്നു. ബുധൻ, ശനി ദിവസങ്ങളിൽ വലിയ ഭക്തജന തിരക്ക് ഉണ്ടാവാറുണ്ട്. ഈ ദിവസങ്ങളിൽ ഭക്തർക്കായി അന്നദാനവും ക്ഷേത്രം വക നൽകി വരുന്നുണ്ട്. ക്ഷേത്രത്തിലെ ദർശന സമയം എന്ന് പറയുന്നത് രാവിലെ 5:30 മുതൽ 11:30 വരെയും വൈകിട്ട് 5:30 മുതൽ 8 മണി വരെയുമാണ്. ബുധൻ, ശനി ദിവസങ്ങളിൽ രാവിലെ ദർശനം 12:30 വരെ നീണ്ടു നിൽക്കും. റോഡ് മാർഗം നിങ്ങൾ ക്ഷേത്രത്തിൽ എത്തിച്ചേരാൻ ആലപ്പുഴയിൽ നിന്നും ഏകദേശം 8 കിലോമീറ്റർ സഞ്ചരിച്ച് കലവൂർ ജംഗ്ഷനിൽ നിന്നും 2 കിലോമീറ്റർ പടിഞ്ഞോട്ട് സഞ്ചരിച്ചാൽ ക്ഷേത്രത്തിൽ എത്തിച്ചേരാവുന്നതാണ്. ഇനി നിങ്ങൾ ട്രെയിൻ മാർഗമാണ് വരുന്നതെങ്കിൽ ഏറ്റവും അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ കലവൂർ റെയിൽവേ സ്റ്റേഷനാണ്. ഇവിടെ പാസഞ്ചർ ട്രെയിൻ മാത്രമേ നിർത്തുകയുള്ളൂ. അവിടെ നിന്ന് നടക്കാവുന്ന ദൂരം മാത്രമേ ക്ഷേത്രത്തിലേക്കുള്ളൂ. ബസ് മാർഗം വരുന്നവർക്ക് ആലപ്പുഴയിൽ നിന്നും ചേർത്തലയിൽ നിന്നും വരുന്ന ബസ്സുകൾ കയറി കലവൂർ ജംഗ്ഷനിൽ ഇറങ്ങി ഓട്ടോറിക്ഷയിൽ ക്ഷേത്രത്തിൽ എത്തിച്ചേരാവുന്നതാണ്. ഹനുമാൻ സ്വാമിയുടെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ മറ്റൊരു ക്ഷേത്രത്തിന്റെ ഐതിഹ്യവും വിശേഷങ്ങളുമായി നാളെ കാണാം. നമസ്തേ.